കഴിഞ്ഞ ദിവസം തൃശൂർ മേയറും സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ രാജനും പലതവണ ബന്ധപ്പെട്ടിട്ടും സുരേഷ് ഗോപിയെ ഫോണിൽ കിട്ടിയില്ലെന്ന് പരാതിക്കാരനായ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ചൂണ്ടിക്കാട്ടുന്നു. കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയെ കാണാതായത്. MP-യുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും വ്യക്തമായ വിവരം കിട്ടാത്ത സാഹചര്യത്തിലാണ് പരാതിയെന്ന് ഗോകുൽ പറഞ്ഞു. ക്രിസ്ത്യൻ മതവിഭാഗത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നടത്താൻ പോലും തയ്യാറാവാതെ ഇത്തരത്തിൽ തൃശൂരിൽ നിന്നുള്ള ഒരു MP-യും കേരളത്തിൽ നിന്ന് ഒരു സഹമന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി മുന്നോട്ട് പോയപ്പോഴാണ് ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു അന്വേഷണവുമായി KSU ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോയത്. ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഓഫീസിലുള്ളവർക്ക് പോലും കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു. നമ്മുടെ MP എവിടെയാണെന്നുള്ളത് അറിയേണ്ട, അദ്ദേഹത്തിന് എന്തെങ്കിലും അത്യാഹിതം പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ആപത്ത് പറ്റിയോ അല്ലെങ്കിൽ അപകടം പറ്റിയിട്ടിരിക്കുകയാണോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പരാതിയുമായിട്ട് KSUവിന്റെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സുരേഷ് ഗോപി ഒളിവ് ജീവിതത്തിലാവാമെന്ന് മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു. ഇപ്പോഴൊന്നും ഈ സുരേഷ് ഗോപിയിലൊന്നും കാണുന്നില്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണല്ലോ. ഇപ്പം കാണുന്നേയില്ല. സുരേഷ് ഗോപി പിന്നെ കന്യാസ്ത്രീമാരെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ശബ്ദമേ കാണുന്നില്ല. ഒളിവ് ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത്. പരാതി വന്നതോടെ MP-യുടെ ഓഫീസിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.